നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. തിരുനാളിനൊരുങ്ങി മൂന്നുമുറി പള്ളിയും കല്ലൂർ പടിഞ്ഞാറെ പള്ളിയും സ്നേഹപുരം സെന്റ് ജോസഫ് പള്ളിയും മുക്കുളിയം പള്ളിയും. ദീപാലങ്കാര പ്രഭയിൽ ദേവാലയങ്ങൾ. അമ്പലൂർ ശോഭനം ഗ്രാമീണ വായനശാലയുടെയും തൃശൂർ ആര്യ ഐ കെയർ കണ്ണാശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. കൊടകരയിൽ KSRTC ബസ് ഇടിച്ച് ട്രാവലർ മറിഞ്ഞു. ബസ് യാത്രക്കാരായ 2 പേർക്ക് നിസ്സാര പരിക്കേറ്റു. സ്കൂൾ പാഠപുസ്തക പരിഷ്കരണം പൂർത്തിയായതായും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങൾ സജ്ജമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി. കേന്ദ്ര മോട്ടോർ നിയമ ഭേദഗതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിലെ ഏറ്റവും വലിയ അമ്പുതിരുനാൾ ആഘോഷമായി അറിയപ്പെടുന്ന മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് ഒരു നാൾ മറ്റെങ്ങും കാണാനാകാത്ത തരത്തിലുള്ള വർണ്ണക്കാഴ്ചകളാണ് തിരുനാളിന്റെ ഭാഗമായി ഇടവകയിൽ ഒരുക്കിയിട്ടുള്ളത്. ദീപാലങ്കൃതമായ ബഹുനില പന്തലുകളാണ് മൂന്നുമുറി തിരുനാളിന്റെ മുഖ്യ ആകർഷണം. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ ഇത്തുപ്പാടം മുതൽ കോടാലി വരെയുള്ള 6 കിലോമീറ്ററോളം ദൂരത്തിനുള്ളിൽ 9 ബഹുനില പന്തലുകളാണ് തിരുനാളിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. ഇത്തുപ്പാടം, പോൾസൻപടി, ചുങ്കാൽ, അവിട്ടപ്പിള്ളി, മൂന്നുമുറി, ഓവുങ്ങൽ ജംഗ്ഷൻ, കോടാലി കപ്പേളെ ജംഗ്ഷൻ, കോടാലി സ്കൂൾ ജംഗ്ഷൻ എന്നിവിടങ്ങളിലായാണ് പന്തലുകൾ ഉയർത്തിയിട്ടുള്ളത്. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ പരിശുദ്ധ കൊന്തമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത തിരുനാൾ തിങ്കളാഴ്ച ആഘോഷിക്കും. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, യൂണിറ്റുകളിലേക്കുള്ള അമ്പ് ആശീർവാദം, വൈകിട്ട് യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് പ്രദക്ഷിണവും നടത്തി. തിരുനാൾ ദിനമായ തിങ്കളാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന. രാവിലെ 10 നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ നിതിൻ താഴത്ത് കാർമ്മികനാകും. ഫാദർ ഗ്ലാഡൻ വട്ടക്കുഴി സഹകാർമ്മികനാകും. ഫാദർ അലക്സ് മരോട്ടിക്കൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 5 പാലയ്ക്കപ്പറമ്പ് കപ്പേളയിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ആൻഡോ രായപ്പൻ കാർമ്മികനാകും. തുടർന്ന് കപ്പേളയിൽ നിന്ന് പള്ളിയിലേക്ക് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം ഉണ്ടായിരിക്കുന്നതാണ്. രാത്രി 7 പ്രദക്ഷിണ സമാപനം. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം, വർണ്ണമഴയും നടക്കും. 27 രാവിലെ 6:15 ഇടവകയിലെ പരേതർക്കു വേണ്ടിയുള്ള വിശുദ്ധ കുർബാന. വൈകിട്ട് 7 ഗാനമേളയും നടക്കും. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളി തിരുനാളിനോടനുബന്ധിച്ച് കല്ലൂർ ഫ്രണ്ട്സ് നഗറിൽ ഹോളി ഫാമിലി കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ദീപാലങ്കാര കാഴ്ചയൊരുക്കി. ഇടവക വികാരി ഫാദർ ജോസഫ് പൂവത്തൂക്കാരൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഹോളി ഫാമിലി യൂണിറ്റ് പ്രസിഡന്റ് ഷാൻഡോ തറയിൽ അധ്യക്ഷനായി. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പഞ്ചായത്ത് അംഗം ധന്യ ഷനോജ് എന്നിവർ പ്രസംഗിച്ചു. യൂണിറ്റ് സെക്രട്ടറി വിൻസ്റ്റൺ പാലാട്ടി, ട്രഷറർ സന്തോഷ് കുന്നൻ, ജോബി പാലാട്ടി, ഓമന സണ്ണി, പ്രീതി ജോയ്, ആന്റണി കളപ്പുര എന്നിവർ നേതൃത്വം നൽകി. ബാക്കി ഇതിനുള്ള പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തികളെയും നല്ലൊരു സംരംഭമാണ്. തുടക്കമാണെങ്കിലും വളരെ മനോഹരമാക്കി തീർക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതിൽ സന്തോഷമുണ്ട്. ഇനിയുള്ള എല്ലാ വർഷങ്ങളിലും നമ്മൾ കുറേ ചാടിമതിക്കാനുപരിയായിട്ട് എല്ലാവർക്കും കാണത്തക്ക വിധം, ആസ്വദിക്കത്തക്ക വിധം ഇങ്ങനെയുള്ള പരിപാടികൾ തിരുനാളുകൾ ഇങ്ങനെ ആരംഭിച്ചാൽ വളരെ ഉപകാരപ്രദമാണ്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും ആസ്വദിക്കാനായിട്ട് സാധിക്കും. തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ പോകുന്നു.
ശരിക്കും പറയാച്ചാൽ സർവ മതമൈത്രിയുടെ ഒരു പ്രതീകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ അമ്പലത്തില് ഉത്സവമായാലും പള്ളിയിൽ പെരുന്നാളായാലും എല്ലാവരും ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. അതെല്ലാവർക്കും വളരെ സന്തോഷപ്രദമായ കാര്യം. അപ്പോൾ ഓരോ വർഷവും വെറൈറ്റി ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് എല്ലാവരും ചെയ്തു പോരുന്നത്. അപ്പോൾ അതിനെ ചുക്കാൻ പിടിച്ച ഈ ടീം അംഗങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ തിരുനാൾ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്നേഹപുരം സെന്റ് ജോസഫ് പള്ളിയിൽ വിശുദ്ധ ഔസേ പിതാവിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാൾ തിങ്കളാഴ്ച ആഘോഷിക്കും. രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ കുർബാന നടക്കും. ഫാദർ മിഥുൻ പണിക്കംവേലിയിൽ, ഫാദർ അലൻ കാഞ്ഞിരമറ്റത്തിൽ, ഫാദർ ജോസ് ഐനിക്കൽ എന്നിവർ കാർമ്മികരാകും. ഫാദർ ഗോഡ്വിൻ ചെമ്മണ്ട വചന സന്ദേശം നൽകും. വൈകിട്ട് 5-ന് വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. ഫാദർ ട്രീജോ ചക്കാലക്കൽ, ഫാദർ അലൻ കാഞ്ഞിരമറ്റത്തിൽ, ഫാദർ ആൻ്റണി മേനാച്ചേരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. രാത്രി 7-ന് വർണ്ണമഴ, തുടർന്ന് 7:15-ന് പോപ്പ് പോൾ മേഴ്സി ഹോമിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഏബിൾ ഏഞ്ചൽസ് ഷോ അരങ്ങേറും. മുപ്ലിയം അസംഷൻ പള്ളിയിലെ ദൈവമാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ തിങ്കളാഴ്ച ആഘോഷിക്കും. രാവിലെ 6:30-ന് വിശുദ്ധ കുർബാന. രാവിലെ 10-ന് നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ഷാജി തെക്കേക്കര കാർമ്മികനാകും. ഉച്ചതിരിഞ്ഞ് 3:30-ന് വിശുദ്ധ കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം. രാത്രി 7-ന് തിരുനാൾ പ്രദക്ഷിണ സമാപനം, തിരുശേഷിപ്പ്, ആശീർവാദം എന്നീ തിരുക്കർമ്മങ്ങൾ നടക്കും. ദേശീയപാത കൊടകരയിൽ മേൽപ്പാലത്തിനു സമീപം ബ്രേക്ക് ഡൗണായി കിടന്നിരുന്ന ട്രാവലിന് പുറകിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ഇടിച്ചു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ഓടെ കൊടകര ശാന്തി ആശുപത്രിക്ക് സമീപത്തായിരുന്നു അപകടം. തൃശൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോയിരുന്ന ട്രാവലർ ബ്രേക്ക് ഡൗൺ ആയതിനെ തുടർന്ന് റോഡിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഇതേസമയം തൃശൂർ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന KSRTCയുടെ സൂപ്പർഫാസ്റ്റ് ബസ് ട്രാവലിന് പുറകിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ട്രാവലർ മറിഞ്ഞു. അപകടത്തിൽ ബസ് യാത്രക്കാരായ 2 പേർക്ക് നിസ്സാര പരിക്കേറ്റു. ഇവരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടകര പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ആമ്പലൂർ ശോഭനം ഗ്രാമീണ വായനശാലയുടെയും തൃശൂർ ആര്യ ഐ കെയർ കണ്ണാശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം MN രാഗേഷ് അധ്യക്ഷത വഹിച്ചു. പട്ടണാന്തര സഹകരണ ബാങ്ക് പ്രസിഡന്റ് CB സുരേഷ്, ഡോക്ടർ രോഷ്നി റോബർട്ട്, മുരളീധരൻ അരങ്ങത്ത്, സിബി ഷാജി, ദീജ പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു. പൊന്നൂക്കര മൈമ്പിള്ളി മഹാദേവ ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ലിയോ ഗ്രൂപ്പ് സാരഥി സിദ്ധാർത്ഥറം മെഡിക്കൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൃക്ക, കരൾ, കണ്ണ് പരിശോധനാ ക്യാമ്പുകൾ സംയുക്തമായാണ് നടത്തിയത്. വന്ദന ലാബ്, ആസ്റ്റർ മിംസ് ആശുപത്രി, പോർഫ ചാരിറ്റബിൾ ട്രസ്റ്റ്, ലൈഫ് കെയർ ലാബ്, ട്രിനിറ്റി ആശുപത്രി തുടങ്ങിയവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടത്തിയത്. ക്ഷേത്രം പ്രസിഡന്റ് KK സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം സെക്രട്ടറി സുരേന്ദ്രൻ പണിക്കാട്ടിൽ, ട്രഷറർ സേതുമാധവൻ കുന്നമ്പത്ത്, രഘുനാഥ്, സുരേഷ് വെങ്കിടങ്ങ്, ക്ഷേത്രം രക്ഷാധികാരികളായ സന്തോഷ് കോമ്പൻ, രാമകൃഷ്ണൻ എടാട്ട് എന്നിവർ പ്രസംഗിച്ചു. ബ്ലൂ സോൺ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ബ്ലൂ സോൺ. അപ്പോൾ ബ്ലൂ സോൺ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ചില ചെറിയ സ്ഥലങ്ങളുണ്ട്. അവിടെ ആൾക്കാർ 90 വർഷം 100 വർഷത്തിന് കൂടുതൽ കണ്ടമാനം ജീവിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇവർ പോയി ടെസ്റ്റ് ചെയ്തു ഈ ബ്ലൂ സോൺ എന്താണ് ഇവിടെ ഇത്ര ആൾക്കാർ സുഖമായിട്ട് ജീവിക്കണം. ഇതിന് വല്ല കാരണമുണ്ട്. വലിയ പൈസയുള്ള സ്ഥലമല്ല, അങ്ങനെ ഭയങ്കര സുരക്ഷയൊന്നുമല്ല. അപ്പം എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ടെസ്റ്റിംഗ് വളരെ നല്ലതാണ്, സുഖമായിട്ട് അറിയണത് നല്ലതാണ്, അതിനനുസരിച്ച് മരുന്ന് കഴിക്കണത് നല്ലതാണ്. പക്ഷെ ഈ ബ്ലൂ സോൺ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് 1 മിനിറ്റ് ആയിത്തോട്ടെ അനുസരിച്ച്. അവിടെ വയസ്സായ ആൾക്കാർ ഒന്ന് കാലത്ത് എണീറ്റാൽ അവിടെയുള്ള അവരുടെ കൂട്ടുകാരായിട്ട് പോയി കുറേ ഇരുന്ന് സംസാരിക്കണം. ഒരു പാർക്കിൽ പോയിരുന്ന് കുറേ ഇരുന്ന് സംസാരിക്കണം. 1, 2 അവർക്ക് എല്ലാവർക്കും. കാറിൽ കടത്തുകയായിരുന്ന 6 കിലോയോളം കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ കസ്റ്റഡിയിലെടുത്തു.
കൊറിയർ സർവീസിന്റെ മറവിൽ ഓൺലൈൻ കൂട്ടായ്മകൾ രൂപീകരിച്ച ലഹരി മരുന്ന് വിൽപ്പന നടത്തിയിരുന്ന 2 പ്രതികളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. ചാലക്കുടി മൂഞ്ഞേലി അമ്പൂക്കൻ വീട്ടിൽ ജിത്തു വർഗീസ്, തിരുത്തിപ്പറമ്പ് ചില്ലായി വീട്ടിൽ ഷൈൻ ഷിജു എന്നിവരാണ് പിടിയിലായത്. ശനിയാഴ്ച വൈകിട്ട് കൊമ്പിടിഞ്ഞാമാക്കൽ വച്ചാണ് വോക്സ് വാഗൺ പോളോ കാറിൽ നടത്തുകയായിരുന്ന 6 കിലോയോളം കഞ്ചാവുമായാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ അറസ്റ്റ് ചെയ്ത് പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ കസ്റ്റഡിയിലെടുത്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും ആളൂർ പോലീസും ചേർന്നാണ് പ്രതികളെ വലയിലാക്കിയത്. പ്രത്യേക ഓൺലൈൻ ഗ്രൂപ്പുകൾ വഴി ആവശ്യക്കാരെ കണ്ടെത്തി കൊറിയർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്താണ് ഇവർ ലഹരി കൈമാറ്റം നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. സംസ്ഥാനത്തെ സ്കൂൾ പാഠപുസ്തക പരിഷ്കരണം പൂർത്തിയായതായും 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങൾ സജ്ജമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിലായി 597 ടൈറ്റിലുകളാണ് ഇതിനായി വികസിപ്പിച്ചത്. ഇവയ്ക്കാവശ്യമായ ടീച്ചർ ടെക്സ്റ്റുകളും തയ്യാറായി കഴിഞ്ഞു. ഭാഷാ ന്യൂനപക്ഷമായ കന്നഡ വിഭാഗത്തിന് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് അവർക്കാവശ്യമായ പുസ്തകങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് ലഭ്യമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഹയർ സെക്കൻഡറി മേഖലയിൽ ഈ വർഷം 11-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പുതിയ പുസ്തകങ്ങൾ ലഭ്യമാക്കുമെന്നും ഫെബ്രുവരി 2-ാം വാരത്തിൽ ഇതിൻ്റെ പ്രകാശനം നടക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഹയർ സെക്കൻഡറി മേഖലയിലെ പാഠപുസ്തക പരിഷ്കരണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. ഭാഷാ വിഷയങ്ങൾ, കമ്പ്യൂട്ടർ സയൻസ് എന്നിവ ഉൾപ്പെടെ 41 ടൈറ്റിൽ പുസ്തകങ്ങളാണ് 11-ാം ക്ലാസ്സിലേക്ക് തയ്യാറായിരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ഒരു വർഷത്തിൽ തുടർച്ചയായി 5 നിയമലംഘനങ്ങൾ നടത്തിയാൽ വാഹന ഉടമയുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുമെന്ന കേന്ദ്ര നിയമ ഭേദഗതി പ്രവൃത്തികളിൽ പ്രതികരിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും ഇതുവരെ എടുത്തിട്ടില്ലെന്നും മോട്ടോർ വാഹന നിയമത്തിലെ കേന്ദ്ര ഭേദഗതികൾ കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ സംസ്ഥാനത്ത് നടപ്പിലാക്കൂവെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. മോട്ടോർ വാഹന നിയമങ്ങൾ പലതും കർശനമാക്കിയാലേ സംസ്ഥാനത്തെ അപകടങ്ങൾ കുറയുമെങ്കിലും കേന്ദ്ര നിയമങ്ങൾ പലതും അതേപടി സംസ്ഥാനത്ത് നടപ്പിലാക്കില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ കേന്ദ്ര മോട്ടോർ വാഹന ഭേദഗതികൾ എങ്ങനെ ലഘൂകരിക്കാം എന്നതിനെക്കുറിച്ച് പഠിച്ച് ചർച്ച ചെയ്ത് മാത്രമേ നടപടി എടുക്കൂവെന്നും മന്ത്രി അറിയിച്ചു. നിയമം ധൃതി പിടിച്ച് നടപ്പിലാക്കേണ്ടെന്ന നിലപാടിലാണ് സംസ്ഥാനം. ചൊവ്വാഴ്ച ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി ഗതാഗത മന്ത്രി ചർച്ച നടത്തും. കേന്ദ്ര നിയമം ലഘൂകരിക്കുന്നതിൻ്റെ സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര മോട്ടോർ വാഹന വകുപ്പ് അംഗീകരിച്ച പുതിയ ഗതാഗത നിയമത്തിലെ വ്യവസ്ഥകൾ പുറത്തുവന്നത്. ഒരു വർഷത്തിൽ തുടർച്ചയായി 5 നിയമലംഘനങ്ങൾ നടത്തിയാൽ വാഹന ഉടമയുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനും ആവർത്തിച്ച് നിയമം ലംഘിക്കുന്ന വാഹനങ്ങളെ കരിമ്പട്ടികയിൽപ്പെടുത്താനും കോടതിയുടെ അനുമതിയോടെ കസ്റ്റഡിയിൽ എടുക്കാനും മോട്ടോർ വാഹന വകുപ്പിന് സാധിക്കുന്നതായിരുന്നു പുതിയ ഭേദഗതി. 2026 ജനുവരി 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നിരുന്നു. പുതിയ ചട്ടമനുസരിച്ച് ഒരു വർഷത്തിനുള്ളിൽ നടന്ന നിയമലംഘനങ്ങൾ മാത്രമാണ് ഇതിൽ പരിഗണിക്കുക. മുൻ വർഷങ്ങളിലെ കുറ്റങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തില്ല. പാലപ്പിള്ളി ഓത്തനാട് 907 ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ജനുവരി 29 ആഘോഷിക്കും. രാവിലെ 5-ന് ഗണപതി ഹോമം, 6:30-ന് ഉഷപൂജ, 8:30-ന് ശീവേലി, 9-ന് കലശാഭിഷേകം, 10-ന് ശ്രീഭൂതബലി, ഉച്ചയ്ക്ക് 3-ന് ശീവേലി, വൈകിട്ട് 6-ന് ദീപാരാധന, പൂമൂടൽ, അത്താഴപൂജ, ഗുരുതി എന്നിവയാണ് ചടങ്ങുകൾ. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ വീണ്ടും കിഴക്കൻ കാറ്റ് രൂപപ്പെട്ടതോടെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കിഴക്കൻ കാറ്റിന്റെ സ്വാധീന ഫലമായി തിങ്കളാഴ്ച മുതൽ എല്ലാ ജില്ലകളിലും മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ പെയ്യുമെന്നാണ് പ്രവചനം. നേരിയ ഇടത്തരം മഴയ്ക്കാണ് സാധ്യത. അതിരാവിലെയുള്ള തണുപ്പ് ഇനിയുള്ള 1-2 ദിവസങ്ങളിൽ കുറയാനും സാധ്യത. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ജില്ലാ കാര്യാലയത്തിലേക്ക് 3 വർഷത്തെ പരിശീലനത്തിനായി കൊമേഴ്സ്യൽ അപ്രന്റീസിനെ നിയമിക്കുന്നതിനായി വാക്ക്-ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നു. അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് യോഗ്യത. കൂടാതെ DCA, PGDCA, വേഡ് പ്രോസസ്സിംഗ് ഇവയിൽ ഏതെങ്കിലും ഒന്നും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സിൽ ഡിപ്ലോമയും കഴിഞ്ഞിരിക്കണം.
താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജില്ലാ ഓഫീസിൽ ജനുവരി 28 രാവിലെ 10:30 എത്തിച്ചേരണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487-249439. മൊബൈൽ നമ്പർ 9446978751. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,690 രൂപ, പവന് 1,17,520 രൂപ. വരാക്കര തട്ടിൽ മാപ്രാണത്തുകാരൻ പരേതനായ ഔസേപ്പ് ഭാര്യ മറിയം അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആനി, എൽസി, ലോനപ്പൻ, ബാബു, റോസിലി എന്നിവർ മക്കളും ദേവസി, റോസിലി, സിന്ധു, ആന്റണി എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് വടക്കേത്തുറവ് പ്ലാക്കലക്കായിൽ കാക്കശ്ശേരി ഡേവിസ് അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഗ്രേസിയാണ് ഭാര്യ. ഡെൽവിൻ, ഡെൽസ എന്നിവർ മക്കളും റോസ്മോൾ, എബി എന്നിവർ മരുമക്കളുമാണ്. വരന്തരപ്പള്ളി കരയാമ്പാടം പാലത്തിങ്കൽ സിജോ അന്തരിച്ചു. 31 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജോസിൻ്റെയും എൽസിയുടെയും മകനാണ്. സഹോദരി സിജി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുനാളിനൊരുങ്ങി മൂന്നുമുറി പള്ളിയും കല്ലൂർ പടിഞ്ഞാറേ പള്ളിയും സ്നേഹപുരം സെന്റ് ജോസഫ് പള്ളിയും മുപ്പിളിയം പള്ളിയും. ദീപാലങ്കാര പ്രഭയിൽ ദേവാലയങ്ങൾ. അമ്പലൂർ ശോഭനം ഗ്രാമീണ വായനശാലയുടെയും തൃശൂർ ആര്യ ഐ കെയർ കണ്ണാശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. കൊടകരയിൽ KSRTC ബസ് ഇടിച്ച് ട്രാവലർ മറിഞ്ഞു. ബസ് യാത്രക്കാരായ 2 പേർക്ക് നിസ്സാര പരിക്കേറ്റു. സ്കൂൾ പാഠപുസ്തക പരിഷ്കരണം പൂർത്തിയായതായും 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങൾ സജ്ജമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി. കേന്ദ്ര മോട്ടോർ നിയമ ഭേദഗതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.